ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കിഡിലിനെ റെസിപ്പി ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. നമ്മളുടെ കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. മാഷ്മെല്ലോയുടെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പഞ്ഞി പോലെ ഉള്ള ഒരു സംഭവം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാം. അതുപോലെ തന്നെ വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിന്ന് റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ടീസ്പൂണല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, ടേബിൾ സ്പൂൺ. ഏകദേശം 30 ഗ്രാം ജെലാറ്റിനാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ജെലാറ്റിൻ്റെ പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബോക്സിനകത്ത് 50 ഗ്രാം ജെലാറ്റിൻ ഉണ്ടാവും. അതിൽ 30 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് അടുത്തായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല ചൂട് വെള്ളമാണ്. 1/2 കപ്പ് കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കണം കേട്ടോ. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് നന്നായിട്ടൊന്ന് മെൽറ്റാവും. ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മളിത് ഈ ഒരു മാഷ്മെല്ലോ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബൗളാണ്. ഇനി ഈ ഒരു ബൗളിനകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് മാഷ്മെല്ലോ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രീസ് ചെയ്യാനായിട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അടുത്തായിട്ട് ഞാനൊരു സോസ്പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് തന്നെ ഞാനിതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര, അതാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഏകദേശം ഒരു 5-6 മിനിറ്റെങ്കിലും നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മളുടെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടുള്ളൂ. കറക്റ്റ് പറയുകയാണെങ്കിൽ നമുക്കൊരു ഒറ്റ നൂൽ പരുവത്തിൽ ആയിട്ട് കിട്ടണം. അപ്പോഴാണ് നമ്മളുടെ കറക്റ്റായിട്ടുള്ള ആ ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു രീതിയിൽ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നല്ലോണം തിളപ്പിച്ച് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5-6 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കിട്ടും. ഏകദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു പരുവം, അതായത് നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതാണ് കറക്റ്റായിട്ട് ഉള്ള അളവ്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ജെലാറ്റിൻ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ജെലാറ്റിൻ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ജെലാറ്റിൻ അതുപോലെ തന്നെ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. നമ്മളൊരു 5 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുമ്പോഴത്തേക്ക് ഈ ഒരു ജെലാറ്റിൻ ഇതിലത്തെ കട്ടയെല്ലാം മാറി ഇത് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു വെള്ളം പോലെ നമുക്കായി കിട്ടും. അത്യാവശ്യം നമുക്കൊരു കട്ടി ഉണ്ടാവും. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ജെലാറ്റിൻ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനും കരിയാനും ഒക്കെയുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൈയെടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതും ഇതുപോലെ തന്നെ കുറച്ച് സമയം, അതിൻ്റെ ഒരു കറക്റ്റ് അളവും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. മാഷ്മെല്ലോ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടും ഈ ഭാഗമാണ്. കാരണം നമ്മൾ ഇത് അടിയിൽ പിടിക്കാതെയും അതുപോലെ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലും കിട്ടിയാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മാഷ്മെല്ലോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മൾ ഡ്രോപ്പായിട്ട് നമുക്ക് താഴത്തേക്ക് ഒറ്റുന്ന ഒരു പരുവം. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത്. അതുവരെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അടുത്തൊരു ബൗൾ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ബൗളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ചൂടോടെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ചൂടാറി കഴിയുമ്പോഴത്തേക്ക് നമ്മളിതാകെ ഒട്ടി പിടിക്കും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ നല്ല ചൂടോടുകൂടെ തന്നെ ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു ചൂടിൽ ബീറ്റ് ചെയ്താലേ ഉള്ളൂ നമുക്ക് കറക്റ്റായിട്ട് മാഷ്മെല്ലോ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഒരു 4-5 മിനിറ്റെങ്കിലും നമുക്ക് ബീറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഈ വീഡിയോ എല്ലാം കാണിക്കുന്നത് അത്യാവശ്യം നല്ല സ്പീഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ ഞാനതിന് റിപ്ലൈ തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് ഞാനിങ്ങനെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി 1 ടീസ്പൂൺ വാനില എസൻസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസ് ചേർത്തിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റും കൂടെ നമ്മൾ ബീറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും.
നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 4-5 മിനിറ്റ് മാക്സിമം നമുക്ക് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും. അതുപോലെ തന്നെ ബീറ്ററിൻ്റെ സ്പീഡ് ഒരു 3-4 ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്താൽ മതി. നല്ലോണം ചെറിയ സ്പീഡിൽ നമുക്ക് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഏകദേശം മാഷ്മെല്ലോ ആയിട്ടുണ്ട്, നമ്മൾ ബീറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ എടുത്ത് നോക്കുക. അപ്പോൾ നമുക്കിതുപോലെ റിബൺ പോലെ നമുക്കത് കിട്ടുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് കേട്ടോ അർത്ഥം. ഇതുപോലെ ആവണം. ഒരു സ്പാച്ചിൽ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന്, ഇനിയിപ്പോൾ ഒരു സ്പൂണാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കോരി ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ കിട്ടണം. അപ്പോൾ അതാണ് ഒരു കറക്റ്റ് അളവ്. ഇനി നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഒരു മാഷ്മെല്ലോ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അടിഭാഗം ഞാൻ വൈറ്റ് കളറിലും മുകൾ ഭാഗത്ത് പിങ്ക് കളറിലുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ കളറൊന്നും മിക്സ് ചെയ്യാതെയാണ് ഞാൻ ആദ്യത്തെ ലെയർ ഇട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് മുഴുവനായിട്ടും ഇതുപോലെ വൈറ്റ് ആയിട്ട് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് 2 കളറായിട്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറായിട്ട് നിങ്ങൾക്കത് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ കളറ് മിക്സ് ചെയ്താൽ മതി. ഇനി ഫസ്റ്റ് ലെയർ നിങ്ങൾക്ക് വൈറ്റ് അല്ല വേറൊരു കളറ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മിക്സ് നമ്മൾ 2 പാർട്ടായിട്ട് എടുക്കുക. എന്നിട്ട് 2 പാർട്ടിൽ 2 കളറായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഇവിടെ വൈറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ ഏതാണ്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ സെക്കൻഡ് ലെയർ പിങ്കാണ്. അപ്പോൾ പിങ്കിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ പിങ്ക് കളർ എടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള ഫുഡ് കളർ എടുക്കുക കേട്ടോ. നല്ല ബ്രാൻഡൊക്കെ നോക്കി എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും പിങ്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കളറേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ കളർ ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയോ കുറച്ചോ ഉപയോഗിക്കാം. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇത്ര കളറേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും എല്ലാം നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ലെയറും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു പിങ്ക് ലെയറും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കാം. ഏകദേശം നമുക്കിത് സെറ്റ് ആവാനായിട്ട് ഒരു 5-6 മണിക്കൂർ വരെ എടുക്കാം. അതായത് നോർമൽ ടെമ്പറേച്ചറിലാണെങ്കിൽ നമുക്കൊരു 5-6 മണിക്കൂർ എടുക്കും നമുക്കിത് സെറ്റ് ആവാനായിട്ട്. ഇനി അതല്ല നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, സാധാരണ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ച് ഒരു 3 മണിക്കൂറും കൊണ്ടൊക്കെ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതും ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാൻ എന്താണെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുന്നില്ല, ഞാൻ നോർമൽ ടെമ്പറേച്ചറിലാണ് വെക്കുന്നത്. എനിക്കൊരു 4-5 മണിക്കൂറൊക്കെ കൊണ്ട് തന്നെ എനിക്കിത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇനി ഇത് സെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യമുള്ളത്, എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിതൊരു ഗ്ലാസിൻ്റെ ബൗളായതുകൊണ്ട് തന്നെ ഞാനിത് ടാപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ സാധാരണ വല്ല പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സോ അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ കേക്ക് ടിന്നിലൊക്കെയാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ വെക്കുന്നതെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലത്തെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടും. ഞാൻ ഈ ഒരു ബൗളായതുകൊണ്ട് മാത്രം ഇത് ടാപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാഷ്മെല്ലോ സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു സാധനം കൂടെ നമുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും 4 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നമ്മളുടെ മാഷ്മെല്ലോ ആവുന്ന സമയത്ത്, സെറ്റായി കിട്ടുന്ന സമയത്ത് നമ്മളുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്കത് നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ മാഷ്മെല്ലോ നമ്മൾ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു പൊടിച്ച് വെച്ച മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ കൈ വെച്ച് തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക. നമ്മളുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ഇതിന്ന് നമ്മൾ എടുക്കുന്ന സമയത്തും ഒക്കെ എവിടെയും നമ്മളുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ പതുക്കെ നമ്മളുടെ ഈ ഒരു ബൗളിൽ നിന്ന് നമ്മളിതൊന്ന് അടർത്തിയെടുക്കുകയാണ്. ഞാൻ അതിന് ഉപയോഗിച്ചിട്ടുള്ളത് സ്പാച്ചുലയാണ്. സ്പാച്ചുല ജസ്റ്റ് ഒന്ന് സൈഡിൽ കൂടെയൊക്കെ ഒന്ന് അനക്കി കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഈ ഒരു മാഷ്മെല്ലോ കറക്റ്റായിട്ട് കിട്ടാനായിട്ട്. പ്ലാസ്റ്റിക് കണ്ടെയ്നറോ അല്ലെങ്കിൽ സിലിക്കൺ മോൾഡോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് അടർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഗ്ലാസ് ബൗളിലായതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പാടാണ് എടുക്കാനായിട്ട്. എന്നാലും നമുക്കത് കറക്റ്റായിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക്
ഇതൊന്ന് ആ ഒരു മാറ്റിലിട്ടിട്ട് നമുക്ക് ഈ ഒരു പൗഡർ വീണ്ടും ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്കൊക്കെ ഈ മാഷ്മെല്ലോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് നല്ല അടിപൊളിയായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താണെങ്കിലും കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കത്തിയിലും നല്ലോണം നമ്മൾ ഈ ഒരു പൗഡർ ആക്കി കൊടുക്കണം. അതല്ലെങ്കിൽ ഈ കത്തിയിലും നമ്മളുടെ ഈ ഒരു മാഷ്മെല്ലോ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഈ കത്തിയുടെ രണ്ട് സൈഡിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു പൊടി ആക്കി കൊടുത്തിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു വെക്കേഷന് ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്ത് കുട്ടികളുടെ മുമ്പിലൊക്കെ ഒന്ന് സ്റ്റാർ ആവാൻ പറ്റിയൊരവസരമാണ്. ആരും മിസ് ചെയ്യേണ്ട, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുന്നവരെല്ലാവരും ഒന്ന് ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ നമുക്കൊരു സന്തോഷമാവുമല്ലോ, നമ്മളുടെ റെസിപ്പി കണ്ട് നിങ്ങൾ ഉണ്ടാക്കി അതിന് നല്ല നല്ല കമൻസൊക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ എന്താണെങ്കിലും നമ്മളെല്ലാം ഉണ്ടാക്കി നമ്മൾ കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഈ ഒരു മിക്സിനകത്ത് നല്ലോണം ഒന്നുകൂടെ നമ്മളൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കാരണം എല്ലാ ഭാഗത്തും ഈ ഒരു പൗഡർ ആവാൻ വേണ്ടി നല്ലോണം ഒന്ന് കുഴച്ചെടുത്തു. അപ്പോൾ ഇത്രയും ഈസിയാണ് നമ്മളുടെ മാഷ്മെല്ലോ ഉണ്ടാക്കാനായിട്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എന്താണെങ്കിലും നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമുക്കിനി ഇത് കുട്ടികൾക്ക് ഒന്ന് കൊടുത്ത് അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ട് അപ്പൂസേ? എങ്ങനെയുണ്ടെന്ന് പറ. സൂപ്പറാ, വായല് മൊത്തം ഉണ്ട്. എങ്ങനെയുണ്ട് ഹനിയ? അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.